ഹായ് എവരിവൺ, അസ്സലാമു അലൈക്കും. വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഗീ റൈസാണ് കേട്ടോ, നെയ്ച്ചോറാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഒരു ചെമ്പ് വെച്ച് കൊടുക്കാം. അതിലോട്ട് കുറച്ചധികം തന്നെ നെയ്യിട്ട് കൊടുക്കാം, ഓയിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നെയ്ച്ചോറ് എന്ന് പറഞ്ഞാൽ തന്നെ നെയ്യാണല്ലോ കൂടുതലും അല്ലേ. അപ്പോൾ കാഷ്യൂ ഇട്ട് കൊടുക്കാം. കാഷ്യൂ ഒന്ന് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാവേ. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്കൊന്ന് സബോള ഒന്ന് നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കുക. അപ്പോൾ ഇത് ഇടുന്ന സമയത്ത് നന്നായിട്ടൊരു ഫ്ലേവറും ടേസ്റ്റൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് മൊരിച്ചെടുക്കുക. അപ്പോൾ പട്ട, ഗ്രാമ്പു, ഏലക്ക ഇട്ട് കൊടുക്കാം. സബോള, പച്ചമുളക്, മല്ലിത്തള, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, നാരങ്ങ ഉണ്ടെങ്കിൽ നാരങ്ങ നീര് ഒഴിച്ച് കൊടുക്കുക കേട്ടോ, ഒരു നാരങ്ങ നീര്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു പാത്രം അരിക്ക് 2 പാത്രം വെള്ളമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഉപ്പൊക്കെ കറക്റ്റാണോ എന്ന് നോക്കണം കേട്ടോ. അപ്പോൾ വെള്ളമൊക്കെ ഇവിടെ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അരി ഇട്ട് കൊടുക്കാവേ. അരി ഇട്ട് ഇടയ്ക്കൊന്നും ഇളക്കി കൊടുക്കാൻ മറക്കല്ല കേട്ടോ. അപ്പോൾ നമ്മുടെ നെയ്ച്ചോറൊക്കെ ഇവിടെ അടിപൊളിയായി റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലോട്ട് നമുക്കിനി മുരിച്ച് വെച്ച സബോളയും റോസ്റ്റ് ചെയ്ത് വെച്ച കാഷ്യൂ ഇട്ട് കൊടുക്കാം. നെയ്യ് വേണമെന്നുള്ളവർക്ക് കുറച്ച് നെയ്യും കൂടി ഇട്ട് കൊടുക്കാം, മല്ലിത്തള ഇട്ട് കൊടുക്കാം. അപ്പോൾ അടിപൊളിയായിട്ട് സിമ്പിളായിട്ട് നമ്മുടെ നെയ്ച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും. നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഇൻഷാ അല്ലാഹ്.